കരിമ്പാലത്തിൻ്റെ അപ്പുറം മടങ്ങിവരവ്. മഴ പെയ്യുന്ന ഒരു രാത്രി. ഏറെ നേരമായി തോരാതെ മഴ തുടരുന്നു. ഒരു പഴയ KSRTC ബസ് കുഴികളിലൂടെ ആടി ഉലഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നു. ജനലരികിൽ ഇരുന്നിരുന്ന രവി പുറത്തേക്ക് നോക്കി. 20 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം ഗ്രാമമായ കാളിയൂരിലേക്ക് തിരികെ വരികയാണ് അവൻ. കാളിയൂർ, പച്ചപ്പിൻ്റെ നടുവിൽ ഒളിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു ഗ്രാമം. പകൽ പോലും ചില വഴികളിൽ വെളിച്ചമെത്താറില്ല എന്നത് സത്യം. രാത്രിയിൽ ആരും തന്നെ പുറത്തിറങ്ങാറുമില്ല. രവിയുടെ അച്ഛൻ മരിച്ചെന്ന വാർത്തയറിഞ്ഞത് ദിവസങ്ങൾക്ക് ശേഷമാണ്. അറിഞ്ഞപ്പോൾ പല ഓർമ്മകളും അവനിൽ വന്ന് നിറഞ്ഞു. അവൻ വീണ്ടും താൻ ആഗ്രഹിച്ചിട്ടും ആസ്വദിക്കാൻ കഴിയാതെ പോയ തൻ്റെ ഗ്രാമജീവിതത്തിലേക്ക് തിരിച്ചു. വർഷങ്ങളായി വീട്ടിൽ ആരോടും മിണ്ടാറില്ലായിരുന്നു. ചേട്ടാ, കാളിയൂർ സ്റ്റോപ്പെത്തി. കണ്ടക്ടറുടെ ശബ്ദം കേട്ട് അവൻ ഞെട്ടി. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴ വീണ്ടും ശക്തമായി. ബസ്സിൽ കയറിയപ്പോൾ തുടങ്ങിയതാണ് ഈ നശിച്ച മഴ. ബസ് സ്റ്റോപ്പിൽ ആരോ ഒരാൾ നിൽക്കുന്നു. സാധാരണ നേരം ഇരുട്ടിയാൽ ആരും തന്നെ ഇവിടെ ഉണ്ടാവാറില്ല. കൂട്ടുകാർ ഒരാൾ പോലും ഇതിൽ മാറ്റം വന്നതായി പറഞ്ഞു കേട്ടതുമില്ല. പിന്നെ ഇതാരാണ്? രവി ഭയത്തോടെയാണെങ്കിലും അയാളുടെ അടുത്തേക്ക് നടന്നു. വെള്ളമുണ്ടും ഷർട്ടുമാണ് ആ വൃദ്ധൻ ധരിച്ചിരിക്കുന്നത്. കയ്യിൽ പഴയ കുടയുമുണ്ട്. രവിയല്ലേ? വൃദ്ധൻ ചോദിച്ചു. അതെ, നിങ്ങളാരാ? ഞാൻ വിജയൻ. നിന്റെ വീടിനടുത്താണ് താമസിച്ചിരുന്നത്. രവി മന്ദഹസിച്ചു. അവൻ നടക്കുവാൻ തുനിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, വീട്ടിലേക്ക് പോകരുത് മോനെ. ഇന്നത്തെ രാത്രി അങ്ങോട്ട് പോകരുത്. രവി നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ? വൃദ്ധൻ അടുത്തേക്ക് വന്ന് ചുണ്ടുകൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, അവൾ തിരികെ വരും. ആര്? രവി വീണ്ടും ചോദിച്ചു. അതിന് മറുപടി നൽകാതെ വൃദ്ധൻ മഴയിലൂടെ നടന്നു നീങ്ങി. തൻ്റെ കൺമുന്നിൽ നിന്നും ആ രൂപം മായുന്നതുവരെ രവിയും നിശ്ചലനായി നോക്കി നിന്നു. തുടരും.